പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ തിരിച്ചും റിപ്പീറ്റേഷനായിട്ട് ഒരു 369 പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിവസമാണ്. അതായത് 30/6/2025 36/2025 എന്ന് പറയുമ്പോൾ 36/2025 എന്ന് പറഞ്ഞാൽ 9. ഇപ്പോൾ 369 പോർട്ടൽ നാളെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഇത് നാളത്തെ ഒരു ദിവസം മാത്രം ഓപ്പൺ ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നാളെ ഒരു ദിവസം മാത്രം ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. നമ്മൾ നോർമൽ 369 യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 9 ഡേയ്സോ 21 ഡേയ്സോ നിങ്ങൾ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഈ 3 സമയങ്ങളിൽ 3 ടൈംസ്, 6 ടൈംസ്, 9 ടൈംസ് എന്ന് എഴുതുകയാണ് പതിവ്. പക്ഷെ നാളത്തെ ഒരു ദിവസം മാത്രം നിങ്ങൾ ഒരേ ഒരു വളരെയധികം വിശ്വസനീയമായിട്ടുള്ള, നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിശ്വസനീയമായിട്ടുള്ളത്, എന്നാൽ എന്തോ ഒരു ബ്ലോക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് നാളെ മാത്രം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2 തരത്തിൽ യൂസ് ചെയ്യാം. മോർണിംഗ് 3 o'clock, മോർണിംഗ് 6 o'clock, മോർണിംഗ് 9 o'clock ആ സമയത്ത് യൂസ് ചെയ്യുക. അതല്ലാതെ അത് മിസ് ചെയ്യവർക്ക് ഈവനിങ് 3 o'clock, 6 o'clock, രാത്രി 9 o'clock. അപ്പോൾ ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ മറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ മോർണിംഗ് 3 o'clock അല്ലെങ്കിൽ ഈവനിങ് 3 o'clock എഴുതുമ്പോൾ 3 ടൈംസ് എഴുതുക. മോർണിംഗ് 6 o'clock, ഈവനിങ് 6 o'clock എഴുതുന്നവർ 6 ടൈംസ് എഴുതുക. മോർണിംഗ് 9 o'clock അല്ലെങ്കിൽ നൈറ്റ് 9 o'clock എഴുതുന്നവർ 9 ടൈംസ് എഴുതുക. ഇത് ഏതെങ്കിലും ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി, എഴുതിയാൽ മതി. വളരെ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു ഗോൾ എടുക്കുക. ഇത്ര മണി വേണം, എന്തെങ്കിലും ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന തടസ്സങ്ങൾ നീങ്ങിയിട്ട് നല്ലൊരു എനർജി ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഈ നമ്പേഴ്സിൻ്റെ എനർജി അത്രയും നിങ്ങൾക്ക് ഫേവർ ആവുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണിത്. അപ്പോൾ ഇത് ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രമാണല്ലോ എഴുതുന്നത്. അതായത് ഒരു ടൈം മാത്രം എഴുതുന്നതുകൊണ്ട് 369. അപ്പോൾ ആ ഒരു പേജ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ പേജ് നിങ്ങൾ കീറിയിട്ട് പിറ്റേ ദിവസം അത് അന്ന് അവിടെ എടുത്ത് വെക്കുക. നെക്സ്റ്റ് ഡേ അത് ഏതെങ്കിലും ഒരു നല്ല വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല അലിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ചെടിയുടെ താഴെ ഒഴിച്ച് നിങ്ങൾക്ക് കളയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് നാളെ യൂസ് ചെയ്യുക. എല്ലാ മാനിഫെസ്റ്റേഷൻസും നിങ്ങൾക്ക് നടക്കാനായിട്ട് സഹായിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഹോപ്പണോപ്പണോ അങ്ങനെയുള്ള ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതാണ്. ചാറ്റ് മാത്രം ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.